മക്കുലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കുലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റഡ് കാറ്റഗറി 3യുടെ സൈക്കോളജിയുടെ ആൻസർ കീയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്ന പരീക്ഷ? എളുപ്പമായിരുന്നോ അതോ ടഫ് ആയിരുന്നോ? കുറച്ചുള്ളവർക്ക് ടഫ് ആയിരുന്നു, കുറച്ചുള്ളവർക്ക് ഈസി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മൊത്തത്തിൽ എന്താണ് എന്താ പറയാ, ഈസി ആണെന്നും പറയാൻ പറ്റില്ല, ടഫ് ആണെന്നും പറയാൻ പറ്റില്ല. എന്നാൽ അതിന്റെ മീഡിയം നിൽക്കുന്ന ഒരു ലെവലിൽ കുറച്ച് ചിന്തിച്ചാലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തോന്നി കേട്ടോ. എന്തായിരുന്നാലും നമുക്ക് ആൻസറിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടാവും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതൊരു ഒഫീഷ്യൽ ആൻസർ കീ അല്ല എന്ന് ആമുഖമായിട്ട് പറയുകയാണ്. പരീക്ഷ ഭവന്റെ ആൻസർ കീ ആണ് ഒഫീഷ്യൽ ആൻസർ കീ. അപ്പൊ അതിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടായേക്കാം കേട്ടോ. എന്തായിരുന്നാലും എത്രത്തോളം മാർക്ക് നിങ്ങൾ നേടി എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമല്ലോ, ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഒന്നാമത്തേത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ്ങിൽ തന്നെ നമുക്കറിയാം കുട്ടികളിൽ തന്നെ വിഭാഗം വരുന്ന അണ്ടർ അച്ചീവർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് വിഭാഗം വരുന്നത് അതിനകത്ത് യോജിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എന്താണ്, സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അഥവാ സോഷ്യൽ ഡിസ്അഡ്വാൻറ്റേജ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്, എ വരുന്നത് 4ലേക്ക് അല്ലേ, എ വരുന്നത് പൂർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. അതുപോലെ കൾച്ചറലി വരുന്നത് ഏതാണ്, നമുക്കറിയാം ബി 3ലേക്കാണ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഡെലിക്വന്റ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ള വയലേഷൻസ് ഒക്കെ കാണിക്കുന്ന കുട്ടികൾ. അതുപോലെ തന്നെ അണ്ടർ അച്ചീവർ എന്ന് പറയുമ്പോൾ D1 ആണ് വരുന്നത്, സ്റ്റുഡൻറ് ഹു ഫെയിൽ ടു അറ്റൈൻ എ പ്രെഡിക്റ്റഡ് ലെവൽ ഓഫ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വരുന്നത്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, നമ്മുടെ എറിക്സന്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഇന്റിമസി വേഴ്സസ് ഐസോലേഷൻ എന്ന് പറയുന്നത് അവിടെ വരുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ 8 സ്റ്റേജുകളിൽ വരുന്ന ക്രൈസിസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ എന്താണ്, ഇവിടെ ഇന്റിമസി ഉണ്ടാകും, ഒരു അടുപ്പം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഏകാന്തമായിട്ടുള്ള ജീവിതമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട ഒരു സംഭവം എന്താണ്, ലവ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പൊ ലവ് കിട്ടുകയാണെങ്കിൽ, സ്നേഹം കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു ഇന്റിമസി ഉണ്ടാകും. ഇനി കിട്ടിയില്ലെങ്കിൽ ഏകാന്ത ലൈഫിലേക്ക് പോകും. അതാണ് അവിടെ ഉണ്ടാകുന്ന ക്രൈസിസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാസ്ലോയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അച്ചീവ് പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത്. പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത് ഉണ്ടാകുന്നത് ഇതിനകത്താണ്, സെൽഫ് എസ്റ്റീം ആണോ സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ? നമുക്കറിയാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, സെൽഫ് എസ്റ്റീം നീഡിലാണ് വരുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ടെക്നിക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? ഇവിടെ റോൾ പ്ലേയിങ് വരും, ബ്രെയിൻ സ്റ്റോമിങ്, അതുപോലെ സിനെപ്റ്റിക്സ്, മൈൻഡ് മാപ്പിംഗ്. ഇതൊക്കെ എന്താണ്, ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാം ശരിയാണ് എന്നുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, സെലക്ട് ദ പെർസെന്റേജ് ഓഫ് ഡിസബിലിറ്റി. അതായത് എത്ര ശതമാനം ഒരു വ്യക്തിക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന ബെനിഫിറ്റ്സ് കിട്ടുന്നത്. PWD എന്ന് പറയുന്നത് നമുക്കറിയാം, ആക്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെ കാറ്റഗറി വരുന്നുണ്ട്. അപ്പൊ എത്ര ശതമാനം ഉണ്ടെങ്കിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 40% വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, രാജു മേഡ് എ മീനിങ് വേർഡ് ബൈ കമ്പൈനിങ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് 5 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഓഫ് മെമ്മറൈസേഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. അതായത് ഒരു 5 സ്റ്റേറ്റിന്റെ പേര് പഠിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കൂലേ, അപ്പൊ അതിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചുകൊണ്ട് അത് ഓർത്തെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, രാജു അങ്ങനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രാജു ഉപയോഗിച്ചിട്ടുള്ള ഒരു തന്ത്രത്തെ എന്താണ് പറയുന്നത്, ടെക്നിക്സിന് എന്താണ് പറയുന്നത്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഹാം ഗ്രൂപ്പ് ഡൈനാമിക്. ഹാം ആണ് ഇവിടെ ഇരിക്കുന്നത്. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, കോമ്പറ്റീഷൻ എമംഗ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് വരുന്നത്. ദെൻ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ട് യോജിക്കുന്ന പ്രസ്താവന എന്നുള്ളതാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്നാൽ വരാൻ സാധ്യത ഉള്ളത് ഓപ്ഷൻ ഇവിടെ 4 മാത്രമാണ് ശരിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരേണ്ടത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അവിടെ വരേണ്ടത്. അത് ചെറിയൊരു ഡൗട്ട് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓഡ് വൺ. ഓഡ് വൺ ആണ് നോക്കേണ്ടത്. ഇവിടെ ഓഡ് വൺ വരുമ്പോൾ കറക്റ്റ് വരുന്നത് ഏതാണ്? 16 PF ടെസ്റ്റ് ആണ്. ബാക്കിയൊക്കെ പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓഡ് വൺ ആയിട്ട് വരാൻ സാധ്യത ഉള്ളത് ഓപ്ഷൻ എ ആണ്. പിന്നെയോ, ദ ഐഡിയ ഓഫ് പോവർട്ടി ഓഫ് സ്റ്റിമുലസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ. ഇത് പുതിയൊരു ടേം ആണ് അല്ലെ, പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് പുതിയൊരു ടേം ആണ്.
അത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ആരുടേതാണ്? നോം ചോംസ്കിയുടെ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ ഇൻ എ ടെസ്റ്റ്? ഇന്റൻസ് മെഷർ ടു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതേതാണ്? വാലിഡിറ്റി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ദ മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിംഗ് ആൻ ആംബിഗ്യുവസ് സ്റ്റിമുലസ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെന്റ് ഈസ് നോൺ ആസ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് കേട്ടോ. പ്രൊജക്റ്റീവ് ടെസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അതായത് അവ്യക്തമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനുദ്ദേശിക്കുന്നത് കൊടുത്തിട്ട് അതിന്റെ പേഴ്സണാലിറ്റിയെ അസസ് ചെയ്യുക എന്നുള്ളത് സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി എന്നുള്ളത് നമുക്കറിയാം അല്ലെ? ആറിനാണ് അവിടെ പ്രാധാന്യമുള്ളത്, റെസ്പോൺസിനാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എ ടൈപ്പ് ഓഫ് ലേണിംഗ് വേർ ബിഹേവിയർ ഈസ് കൺട്രോൾഡ് ബൈ കോൺസിക്വൻസ്. സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ കോൺസെപ്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ, അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് JB ഗിൽഫോർഡ് ആണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇന്റർവെന്റേഷൻ സ്ട്രാറ്റജി ഫോർ അഡ്രസ്സിംഗ് അണ്ടർ അച്ചീവ്മെന്റ്. അണ്ടർ അച്ചീവ്മെന്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് എന്താണ്? മെന്ററിങ് ആൻഡ് സപ്പോർട്ടിംഗ് ആണ് അല്ലെ? അണ്ടർ അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്നതിൽ ഏറ്റവും സൂട്ടബിൾ ആയി കൊടുക്കാൻ പറ്റുന്നത് മെന്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കേസ് സ്റ്റഡി? കേസ് സ്റ്റഡിന്റെ പ്രത്യേകതയിൽ സവിശേഷതയിൽ പെടാത്തത് എന്നുള്ളതാണ്. നമുക്കറിയാം കേസ് സ്റ്റഡി എന്തല്ല? ഹൈലി ഒബ്ജക്റ്റീവ് മെത്തേഡ് അല്ല. ഹൈലി ഒബ്ജക്റ്റീവ് മെത്തേഡ് അല്ല. ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ സെലക്ട് ദ ഡേ വിച്ച് ഈസ് സെലിബ്രേറ്റ് ആസ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. അറിയാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് ഡിസംബർ 10 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്, ഷിബു ഈസ് എ ഹയർ സെക്കൻഡറി സ്റ്റുഡന്റ്. ഹി ക്യാൻ സോൾവ് ന്യൂ പ്രോബ്ലം ഈസിലി വിത്തൗട്ട് എനി പീരിയഡ് നോളജ്. മുമ്പത്തെ ഒരു അറിവുമില്ലാതെ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അവന് ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നു. അക്കോർഡിംഗ് ടു കേറ്റൽ ദിസ് കൈൻഡ് ഓഫ് ഇന്റലിജൻസ്. ഇവിടെ കേറ്റൽ ഇന്റലിജൻസ് തന്നെ നമുക്കറിയാം ഫ്ലൂയിഡ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഇന്റലിജൻസ് ആയിരിക്കും. ഇവിടെ കറക്റ്റ് ആൻസർ എ ആണ് വരുന്നത്. 19 എ ആണ് വരുന്നത്. Then device or software that help improve the functional capability of individuals with disability is commonly known as എന്താണ്? അസിസ്റ്റീവ് ടെക്നോളജി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 21 സെലക്ട് ദ ബെസ്റ്റ് ടെക്നിക് ഫോർ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് എന്നുള്ളത് ഏതാണ്? കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് സാധ്യത കേട്ടോ. ബ്രെയിൻ സ്റ്റോമിംഗ്. ദെൻ 22ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓഡ് വൺ ഫ്രം ദ ഗിവൻ ഓപ്ഷൻസ്. നമ്മൾ കുറെ തോണ്ടേക്കിന്റെ ലോസ് പഠിച്ചിരുന്നു. അതിൽ പരാത്തത് ഏതാണ്? ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. ലോ ഓഫ് പ്രോക്സിമിറ്റിനകത്ത് പെടാത്തതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്നുള്ളതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ, കോക്ടെയിൽ പാർട്ടി എഫക്ട് എന്ന് പറയുന്നത് ഇവിടെ ഡി ആണ് കേട്ടോ. അറ്റൻഷൻ ആണ്. 23ാമത്തെ അറ്റൻഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പിന്നെയോ രാജു പെർസീവ്സ് ആൻ ഇൻകംപ്ലീറ്റ് ട്രയാങ്കിൾ ആസ് കംപ്ലീറ്റഡ് വൺ എന്നുള്ളത് ഏതാണ്? സെലക്ട് ദ ലോ പെർസെപ്ഷൻ റിലേറ്റഡ് വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ലോ ഓഫ് ക്ലോഷർ എന്നുള്ളതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയിൽ പണിഷ്മെന്റ് എന്തുമായി ബന്ധം? എന്തിനാ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ കുട്ടിക്ക് എന്താ ഉണ്ടാവുന്നത്? അല്ലെ ഡിക്രീസ് ബിഹേവിയർ എന്നുള്ളതാണ് അല്ലെ? കോൺസിക്വൻസ് ദാറ്റ് ഡിക്രീസ് ബിഹേവിയർ. ഇൻക്രീസ് അല്ല, എന്താണ്? ആ സ്വഭാവം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണല്ലോ. സെലക്ട് ദ പ്രൈമറി പർപ്പസ് ഓഫ് കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട്. നമുക്കറിയാം കാതറിൻ ബ്രിഡ്ജസ് ചാർട്ടിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ടു ഇവാലുവേറ്റ് ഇമോഷണൽ ഇന്റലിജൻസ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കരിക്കുലവുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ടൈം വരുന്ന ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറിയാവുന്നതിലെ കണക്ട് പോയ സ്പൈറൽ കരിക്കുലം നമുക്കറിയാം, ബ്രൂണറുടേതാണ്. പിന്നെ ആക്ടിവിറ്റി സെന്റേർഡ് കരിക്കുലം ഏതാണ്? ജോൺ ഡ്യൂയി ആണ് അല്ലെ? ജോൺ ഡ്യൂയി ആണ് വരുന്നത്. ദെൻ പിന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. എയും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡിയും വരുന്നുണ്ട് അല്ലെ? എയും വരുന്നുണ്ട്, ഡിയും വരുന്നുണ്ട്. കാരണം എ വരുന്നത് 3 അല്ലേ? ഇവിടെ 3 ആണ്. അതേപോലെ തന്നെ ഡിയില് 2 വരുന്നത്, ഇത് ഡി 2 ആണ്, ഇത് 2 ആണ് അല്ലെ? പക്ഷെ നമുക്ക് നോക്കാം നൾ കരിക്കുലം എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് കേട്ടോ. അതുപോലെ ഹിഡൻ കരിക്കുലം ഫിലിപ്പ് ജാക്സൺ ആണ്. C1 ആണ് വരുന്നത്. ഓക്കെ.
അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടുത്തെ മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രൂണറുടേതാണ്. അതുപോലെ തന്നെ അഡ്വാൻസ് ഓർഗനൈസർ ഡേവിഡ് ഓസബെൽ ആണ് വരുന്നത്. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത് ആരാണ്? സച്ച്മൻ ആണ്. അതുപോലെ തന്നെ അഡിയ മോഡൽ എന്ന് പറയുന്നത് ഫ്ലോറൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നത് നമുക്ക് നോക്കാം. സി വരുന്ന 3 അല്ലേ? സോറി, സി വരുന്ന 2 ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ എ വരുന്ന 4, ഓക്കെ, ബി 3, ഓക്കെ, ഡി 1 അല്ലേ? അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയല്ലേ? എ 4, അതുപോലെ തന്നെ ബി 3, സി എത്രയാണ്? സി 2 വന്നു, ഡി 1 വന്നു. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? ഈഗോ സെൻട്രിസവുമായി ബന്ധപ്പെട്ടതാണ്. ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ഇന്നബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വൺസ് ഓൺ പെർസ്പെക്റ്റീവ് ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ് എന്നുള്ളതാണ് അല്ലേ? അതെന്താണ്? അതായത് അഹംകേന്ദ്രീകൃതം എന്ന് പറയില്ലേ, അവനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ് ലോകം തന്നെ നടക്കുന്നത് എന്താണ്? അവനിലൂടെയാണ്. അവന്റെ ആ കാഴ്ചപ്പാട് അങ്ങനെയാണ്. മറ്റുള്ളവരുടെ ഇതൊന്നും അവൻ കാണില്ല. അത് പിയാഷയുടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നതാണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സെലക്ട് ദ ടൈം ഫോർ എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജി ദാറ്റ് പ്രൊവൈഡ് അഡ്വാൻസ്ഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. ഏതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ കൂട്ടി പറഞ്ഞാണ്. ആക്സിലറേഷൻ പ്രോഗ്രാം ആണ് അല്ലെ? അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഒരു ക്ലാസ്, ഒരു ഗ്രേഡ് നമുക്ക് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനത്തേക്കുള്ള സംഭവം. അപ്പൊ ഗിഫ്റ്റഡ് ചിൽഡ്രന് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി ആണ് ആക്സിലറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ സെലക്ട് ദ പാർട്ട് ഓഫ് ബ്രെയിൻ ഈസ് പ്രൈമറി റെസ്പോൺസിബിൾ ഫോർ പ്രോസസിങ് വിഷ്വൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 32ാമത്തെ ചോദ്യം ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലേണിംഗ് ഡിസബിലിറ്റി എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും? ബൈ യൂസിങ് സ്റ്റാൻഡേർഡൈസ്ഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. 32A ആണ് വരുന്നത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 33ാമത്തെ ചോദ്യം ദ പ്രൈമറി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് ഈഗോ ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ടു പ്രൊട്ടക്ട് വാട്ട്സ് ഓൺ സെൽഫ് അല്ലെ? അവന്റെ ചിന്തകളാണ്, അവനിലുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്. ദെൻ സെലക്ട് ദ ഓഡ് വൺ നമുക്ക് കണ്ടെത്താം. ഇവിടെ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാലിക്കുല ശരിയാണ്. ഡിസ്മെന്റിയ എന്ന് പറയുന്നത് എന്തെല്ലാം ലേണിംഗ് ഡിസബിലിറ്റിയിൽ പെടാത്തതാണ്. ഓപ്ഷൻ സി ആണ് 34 കറക്റ്റ് ആയിട്ട് വരുന്നത്. മീനു റീകോൾ ദ ബേസിക് ആക്സിഡന്റ് occurred 10 years back during the visit to Kodaikanal. This is an example for എന്താണ്? ഒരു സംഭവത്തെ ഓർത്ത് വെക്കുന്നത് എപ്പിസോഡിക് മെമ്മറി ആണ് കേട്ടോ. 35 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതേപോലെ തന്നെ നമുക്കറിയാം നിർബന്ധിത വിദ്യാഭ്യാസം ഒരു കുട്ടിക്ക് നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 21A ആണ് കേട്ടോ. 21A ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകണം എന്നുള്ളത്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, 36 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 37ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ പറയുന്ന ഷോർട്ട് ടേം മെമ്മറി ടൈം ആണ് അല്ലെ? ഡ്യൂറേഷൻ എത്രയാണ്? 15 to 30 seconds എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 38ാമത്തെ ചോദ്യം ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ സോഷ്യൽ ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ അച്ചീവ്മെന്റ് ആൻഡ് എബിലിറ്റി ദാറ്റ് നീഡ് ടു ബി അക്യൂർഡ് അറ്റ് ഈച്ച് ഡെവലപ്മെന്റ് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന എന്താ പറയാ? ഡെവലപ്മെന്റൽ ടാസ്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ഡെവലപ്മെന്റൽ ടാസ്ക് എന്നാണ് പറയുന്നത്. അതുപോലെ 39ാമത്തെ ചോദ്യം, അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമ്മൾ ന്യൂ ഇൻഫോർമേഷൻ റീകോൾ ചെയ്യുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നു കേട്ടോ. അതേതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 40ാമത്തേത് സെലക്ട് ദ കീ ഫാക്ടർ ഫോർ ഡെവലപ്പിംഗ് ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ അഥവാ എന്താണ്? IEP. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആൻഡ് ഇറ്റ്സ് റിസൾട്ട്സ് എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചൊരു ഭംഗിയുണ്ട്, കാണാൻ ഇത്തിരി പ്രയാസമുണ്ട്, എന്നാലും നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കാറ്റഗറി 3യുടെ ആൻസർ കീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒറിജിനൽ ആൻസർ കീ വരുമ്പോൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആൻസർ കീ വരുമ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ വന്നേക്കാം. എന്തായിരുന്നാലും എത്രത്തോളം മാർക്ക് നിങ്ങൾ നേടി എന്നുള്ളത് താഴെ ഒന്ന് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക.
എത്ര മാർക്ക് നേടി എന്നുള്ളത്, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.